ആകാശത്തിലൂടെ ഇങ്ങനെ പക്ഷികളെ പോലെ പറയുന്നു, എന്നാലും അവരെ വിശ്വസിക്കരുത്. അതല്ല മാനദണ്ഡം. മാനദണ്ഡം സലാഹിയത്താണ്, മാനദണ്ഡം ഇൽമാണ്. ഇൽമും സലാഹിയത്തും. പ്രിയമുള്ളവരെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് ഷെയ്ഖാണെങ്കിലും ഏത് തരീഖത്താണെങ്കിലും ശരീഅത്തുമായി കൊണ്ട് പൂർണ്ണമായ മുവാഫഖത്ത്, പൂർണ്ണമായ യോജിപ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഷെയ്ഖ് വരുന്നു, ശരീഅത്തിന് വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നു, മുരീദന്മാരോട് നിർദ്ദേശിക്കുന്നു, ഏതെങ്കിലും ഹലാലുകളെക്കുറിച്ച്, അത് ഹറാമായിക്കൊണ്ടോ ഏതെങ്കിലും ഹറാമുകൾ ഹലാലായിക്കൊണ്ടോ. പല കള്ള ഷെയ്ഖുമാരെയും പല കള്ള തരീഖത്തുകളുടെയും പ്രശ്നം ഇവിടെയാണ്. ഏത് ഷെയ്ഖാണെങ്കിലും ഏത് തരീഖത്താണെങ്കിലും ഒരിക്കലും കറാമത്തോ അത്ഭുത സിദ്ധികളോ അല്ല, സലാഹിയത്താണ്, ഇൽമുണ്ടോ എന്നുള്ളതാണ്. എന്ത് അത്ഭുതങ്ങളാണെങ്കിലും ശരീഅത്തിന് വിരുദ്ധമായിക്കൊണ്ട് ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും ആ ഷെയ്ഖിനെയും ആ തരീഖത്തിനെയും ഒട്ടും സ്വീകരിച്ചുകൂടാം. പല തരീഖത്തുകളെക്കുറിച്ചും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനമെടുത്തിട്ടുണ്ട്. ഞാൻ ചുരുക്കി പറയട്ടെ, അതിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു തരീഖത്തായിരുന്നു നൂറ് ഷാ തരീഖത്ത്. സാധാരണക്കാരായ ആളുകൾക്കൊക്കെ ഏറെ പ്രയാസമുണ്ടാക്കുന്ന ഒരു തരീഖത്താണ് നൂറ് ഷാ തരീഖത്ത്. കാരണം കാണുമ്പോൾ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് സാധാരണ നാം പറയാറുള്ളത് പോലെ പ്രശ്നങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലാവൂല. ആളുകൾ പറയും, എന്താ കുഴപ്പം, അള്ളാഹിനെ കുറിച്ചല്ലേ പറയുന്നത്, ദിക്റല്ലേ ചെല്ലുന്നത്, ഇസ്തിഗ്ഫാറല്ലേ ചെയ്യുന്നത്, എന്താ പ്രശ്നം? ഷെയ്ഖ് യോഗ്യനാവുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നൂറ് ഷാ തരീഖത്തിനെ കുറിച്ച് തീരുമാനമെടുത്തു 1974. മഹാന്മാരാകുന്ന ആലിമീങ്ങൾ നൂറ് ഷാ തരീഖത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട സമസ്ത തീരുമാനമെടുത്തത് നൂറ് ഷാ തരീഖത്തിൻ്റെ പല ഗ്രന്ഥങ്ങളും പരിശോധിച്ച അടിസ്ഥാനത്തിലായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് അഹമ്മിയത്തെ തരീഖ്. അതൊക്കെ കൃത്യമായിക്കൊണ്ട് അറിയുന്നവരായിരിക്കണം. ധാരാളം വ്യാജ ഷെയ്ഖുമാർ, കള്ള തരീഖത്തുകൾ കൃത്യമായിക്കൊണ്ട് ഇവരെല്ലാം തന്നെ തിരിച്ചറിയുവാനുള്ള മിനിമം മാനദണ്ഡമാണ്. തർബിയത്തെ വാദിച്ചുകൊണ്ട് തരീഖത്തിൻ്റെ ഷെയ്ഖാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വരുന്ന ഖലീഫുമാരാണെങ്കിലും മുരീദന്മാരാണെങ്കിലും ഷെയ്ഖുമാരാണെങ്കിലും ഈ ഷെയ്ഖിന് എത്രമാത്രം ശരീഅത്തിനെ കുറിച്ച് വിവരമുണ്ട് എന്നുള്ളതാണ്. മഹാനായ ഇമാം ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി വിവരിക്കുന്നു, വഖദ് അജ്മഅൽ ഖൗമു, ഗൗരവമുള്ള വാക്കാണല്ലോ അത്, വഖദ് അജ്മഅൽ ഖൗമു, അഹ്ലുസുന്നയുടെ ഇമാംമാർക്ക് ഇജ്മാ ഉണ്ട് അലാ അന്നഹു ലാ യസ്ലഹു ലിത്തസദ്ദുരി ഫീ തരീഖില്ലാഹി അസ്സ വജല്ല ഇല്ലാ മൻ തബഹറ ഫീ ഇൽമി ശരീഅ. ഇൽമു ശരീഅയിൽ നല്ല ബഹറായ സമുദ്ര സമാനമായ ഇൽമുള്ളവനായിരിക്കണം. ബഹുമാനപ്പെട്ടവർ അൽ യവാഖീത്ത് വൽ ജവാഹിർ വിശദീകരിക്കുന്നതിൻ്റെ കാരണം തൻ്റെ മുന്നിലുള്ള, തൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന, താൻ ഏറ്റെടുക്കുന്ന മുരീദ്, ഈ മുരീദിൻ്റെ ഓരോ ഹറക്കാത്ത് സക്കനാത്തുകൾ, ഓരോ വിഷയങ്ങളും, ആ വിഷയങ്ങളെല്ലാം തന്നെ ശർഈയായ കാര്യങ്ങൾ ഈ മുരീദിനെ നിർദ്ദേശിക്കേണ്ടി വരും. അവിടെ ഹലാലുകളെ, ഹറാമുകളെ, മക്രൂഹുകളെ, മന്ദൂബുകളെ അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തിൽ യഥാർത്ഥ വിധിയോടുകൂടി തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് ഷെയ്ഖിനുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഈ ഷെയ്ഖ് മുഖേന മുരീദ് പഴച്ചു പോകും. അതുകൊണ്ട് ശരീഅത്തിൽ കൃത്യമായിക്കൊണ്ട് അറിയുന്ന ആളുകൾക്ക് മാത്രമേ തർബിയത്തിന് ഷെയ്ഖാവാൻ പറ്റൂ എന്നുള്ളതാണ്. ഒരിക്കൽ